വളം ഉണ്ടാക്കാനെന്ന പേരിൽ ആനപ്പിണ്ടവും പനമ്പട്ടയുടെ വേസ്റ്റും മറ്റും കാർഷിക സർവകലാശാല ഇൻസ്ട്രക്ഷൻ ഫാമിൽ നിക്ഷേപിക്കുന്നതിൽ പ്രതിഷേധം രൂക്ഷം. ലോഡ് കണക്കിന് മാലിന്യം തള്ളുന്നത് മൂലം പ്രദേശമാകെ മലിനീകരിക്കുന്നതായി നാട്ടുകാരുടെ ആരോപണം. ഗുരുവായൂർ ആനത്താവളത്തിൽ നിന്നുള്ള ആനപ്പിണ്ടവും പനമ്പട്ടയുടെ വേസ്റ്റുമടക്കമുള്ള ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് കാർഷിക സർവകലാശാല ഇൻസ്ട്രക്ഷൻ ഫാമിലെ വിവിധയിടങ്ങളിൽ തള്ളിയിരിക്കുന്നത്. നേരത്തെ ശക്തൻ മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കാനുള്ള നീക്കം പ്രദേശവാസികൾ തടഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിലാണ് ആനപ്പിണ്ടമടക്കമുള്ള വേസ്റ്റുകൾ കൊണ്ടുവരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു വഴി തന്നെ അടച്ച രീതിയിൽ കുന്നുകണക്കിന് മാലിന്യങ്ങൾ റോഡിൽ തള്ളിയിട്ടുണ്ട്. മഴക്കാലമായതോടെ മാലിന്യങ്ങൾ ഒലിച്ചിറങ്ങി പ്രദേശമാകെ മലിനീകരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇവിടെ കൊണ്ടുവരുന്ന മാലിന്യം ഈ കനത്ത മഴയിൽ ഒലിച്ചിറങ്ങി നമ്മുടെ അയൽഭാഗത്തുള്ള എല്ലാ കിണറുകളിലും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാർശ്വവ്യാധികൾ ധാരാളമുണ്ട്. നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും വേസ്റ്റ് കൊടുന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിക്കകത്ത് വന്ന് ഡംപ് ചെയ്യുന്നത് ചെയ്യാൻ പാടില്ലെന്നാണ് നമ്മൾ പറയുന്നത്. ഗുരുവായൂർ ആനക്കോട്ടയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ കരാറുകാരാണ് കാർഷിക സർവകലാശാല ഇൻസ്ട്രക്ഷൻ ഫാമിലേക്ക് അവ നൽകുന്നത്. ആനപ്പിണ്ടവും മറ്റ് വേസ്റ്റുകളും മണ്ണിര കമ്പോസ്റ്റാക്കി മാറ്റുന്നുണ്ടെന്നും ഇതിനായി 2 മാസത്തോളം സമയം വേണ്ടിവരുമെന്നും കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KP പ്രദീപ് പറഞ്ഞു. മണ്ണിൽ കിടങ്ങൾ തുറന്നിട്ട് അതിനുള്ളിൽ അടിച്ചിട്ടിട്ട് അങ്ങനെ ട്രഞ്ചിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പഴയ രീതിയിലുള്ള ഒരു സംസ്കരണം. അപ്പോൾ എന്ത് ഓർഗാനിക് മാറ്ററും അത് കിടന്ന് പഴകി വളമായിട്ട് മാറും. ഇതിലൊരു കൾച്ചർ, ബാക്ടീരിയൽ കൾച്ചർ കൊടുത്തിട്ട് ഈ നാരുള്ള വസ്തുക്കളൊക്കെ ദ്രവിപ്പിച്ച് അതിനുശേഷം നമ്മൾ മണ്ണിര കമ്പോസ്റ്റിലൂടെ വളമാക്കി മാറ്റും. അതിനൊരു 2 മാസം സമയമെടുക്കും. അതേസമയം ഗുരുവായൂർ ആനക്കോട്ടയിലെ മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ നിക്ഷേപിക്കുന്നതല്ലാതെ മാലിന്യ സംസ്കരണം നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഗുരുവായൂർ ആനക്കോട്ടയിലെ മുഴുവൻ മാലിന്യങ്ങളും കേരള കാർഷിക സർവകലാശാലയിലെ ഈ കേരള വിജ്ഞാന കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് തട്ടുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാത്രികാലങ്ങളിൽ ഒരു 6 മണിക്ക് ശേഷമാണ് വലിയ ടോറസുകളിൽ ഇത് ഇവിടെ കൊണ്ടുവന്ന് തട്ടുന്നത്. മാലിന്യം സംസ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവവളമാക്കാവുന്ന ഒരു സാഹചര്യം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ സമയത്ത്, ഈ കാലവർഷ സമയത്ത് അത് ഒരിക്കലും കഴിയില്ല എന്നത് നമുക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം. മഴക്കാലമായതിനാൽ ദിനംപ്രതി ലോഡ് കണക്കിന് ആനപ്പിണ്ടവും മറ്റും ഇവിടെ തള്ളാൻ അനുവദിക്കില്ലെന്നും മാലിന്യങ്ങൾ നീക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി. മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കാർഷിക സർവകലാശാല അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ.